വന്നാട്ടെ സാർ. കാശൊക്കെ സുബ്രഹ്മണ്യം ഏൽപ്പിച്ചേക്ക്. സെക്ഷനിൽ പോയി കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ട് നേരെ സൂപ്രണ്ട് സാമിയുടെ ഉള്ളിലേക്ക് വരണം. ഞാൻ അവിടെ ഉണ്ടാവും. അല്ല പത്രോസേട്ടാ, കൊടുക്കടോ ചന്ദ്ര. ഫൈനൽ ബില്ല് പാസ്സാക്കാനല്ലേ കാലും കട്ടിൽ നടക്കാൻ 100 പിശാചുകളുടെ സെക്ഷനിൽ കൊടുക്കണ്ടേ. അപ്പോ സ്വാമിക്കുള്ള ചാപ്പാട് അത് ഞാൻ കൊടുത്തോളാം. അല്ല ഞാൻ കൊണ്ട് കൊടുക്കാം. ഞാൻ കൊടുത്തോളാം. അല്ല ഞാൻ ഒറ്റ വീക്കുന്നുണ്ടല്ലോ. സ്വാമിക്ക് എന്തിനാ ചാപ്പാട്? സ്വാമിക്ക് കാശിനേക്കാളും താല്പര്യം ചാപ്പാടിനോടാ. പിന്നെ പത്രോസേട്ടാ, ഈ കവറൊക്കെ പബ്ലിക്കായിട്ട് ഓഫീസിൽ വെച്ച് തന്നെ കൊടുക്കണോ? അതൊക്കെ ആരും കാണാതെ സുബ്രഹ്മണ്യം കൊടുത്തോളും. അവൻ എന്റെ തീയെ. ഞാൻ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. എവിടെ നീ ശബ്ദം? താവെല്ലാം കേട്ടോ? ചേട്ടൻ എന്താ കേട്ടത്? ആരോ സംസാരിക്കുന്നത് പോലെ. ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കോ? ദൈവത്തിന്റെ ശബ്ദമാണോ ഞാൻ കേട്ടത്? ഞാനിപ്പോ വരാം. ആരാ പത്രോസേട്ടത്? തൃശൂർ BNRലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഓ സാറേ, പത്രോസാണേ. എന്തൊക്കെയുണ്ട് പത്രോസ് വിശേഷം? സാറിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നടക്കണു. ഇതാർക്കും ഈ ചാപ്പാട്? എന്റെ അമ്മായിമ്മ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുക. അവർക്ക് ചോറ് കൊണ്ടുപോകണം. ഓ, പിന്നെ പീരാമന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ട്. വരുമ്പോ മുന്തിരിയായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്ന് ഞാൻ ചെല്ലട്ടെ? എനിക്ക് അല്പം ധൃതിയുണ്ട്. പിന്നെ കാണാം. 2 കൊല്ലം നേന്ത്രക്കായി ഞാൻ കൂട്ടത്തിൽ കൊണ്ടുവരാട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സുബ്രഹ്മണ്യോ, ഇരിക്കൂ. താങ്ക് യു സാർ. നമ്മുടെ ചന്ദ്രൻ മുതലാളിയുടെ ഫൈനൽ ബില്ല് എവിടം വരെ ആയി സാർ? താനിപ്പോ ചന്ദ്രന്റെ കൂടെയാണോ? ഏയ്, ഞാനിപ്പോഴും പത്രോസ് മുതലാളിയുടെ PA. പിന്നെ ചന്ദ്രൻ മുതലാളിക്ക് ഈ കാര്യങ്ങളിൽ പരിചയക്കുറവുള്ളതുകൊണ്ട് എന്നെ അയച്ചു മാത്രം. ഈ കെയർ ഓഫിൽ തന്റെ മുതലാളി ചന്ദ്രന്റെ കയ്യിൽ നിന്നും കുറെ വെട്ടിക്കും. ഇതെല്ലാം ഫൈനൽ ബില്ലുകളാണ്. ചന്ദ്രന്റെ ബില്ല് അങ്ങ് താഴെയാ. അത് പിന്നെ എങ്ങനെയെങ്കിലും ബാക്കി ഫയല് താഴെയാക്കിയിട്ട് ചന്ദ്രന്റെ ഫയല് മോളിൽ കൊണ്ടുവരണമല്ലോ സാർ. അതെങ്ങനെയാ സുബ്രഹ്മണി? മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും? പണിക്കരേട്ടാ സ്വന്തനല്ലേ? അതെ, സുഖം തന്നെ. സന്തോഷായല്ലോ. എന്ത്? കുറഞ്ഞോ? കൂടുതലാ വെച്ചിരിക്കുന്നത്. കൂടുതലോ? തന്നിട്ട് വേണ്ടേ? അപ്പൊ വാങ്ങിച്ചതോ? ആര്? ഞാൻ കൈ ഇതിനെ കൂടെ ഇതേപോലെ പല കവറുകളും പല സെക്ഷനിലും കൊടുക്കാറുണ്ട്. വരട്ടെ ഏട്ടാ. നമസ്കാരം സാർ. ഇയാളെന്റെ അയൽവാസിയാ, അല്ലാതെ വേറെ ഇടപെടൊന്നുമില്ല. എന്താണോ സാർ, എന്നെ മറക്കരുത്. നേർക്കൂലി കഴിച്ചാലും അത്താഴം മുടങ്ങും. ക്ലാർക്കിന്റെ അടുത്ത് ഫയൽ എത്തണ്ടേ? നല്ല കാര്യം. ചേട്ടന്റെ കാര്യം ഞാൻ ഗൗനിക്കായിരിക്കോ? ചെല്ല്, സെക്ഷനിലോട്ട് ചെല്ല്, ഫയലൊക്കെ എടുത്തോട്. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇതെന്താ? ഇറച്ചിയൊന്നും അല്ലല്ലോ. ഇറച്ചി മഹാപാപമാ. ഏയ്, ഇത് ഫിഷ് മോളി. മോളി? തന്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി ഉണ്ടല്ലേ? മോളി ഈ ഡിഷിന്റെ പേരാ, അല്ലാതെ എന്റെ ഭാര്യയുടെ പേരൊന്നുമല്ല. അതെനിക്കറിയാവോ? ഇത് പട്ടിണി കിടന്ന് ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഇയാളുടെ കാര്യം പറഞ്ഞു. അല്ല, മോളിന് നന്നായിട്ട് കുഴച്ച് കഴിച്ചാൽ നല്ല രസം ഉണ്ടാവും പറയാണ് ഞാൻ. നല്ല ഇരിക്ക. വയറ് നിറച്ചു കഴിച്ചോ? നിറയട്ടെ അങ്ങട്. അല്ല, മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട്? മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് മടത്തി കൊണ്ട് കൂച്ചിട്ട്. എന്താ? അല്ല, മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറയായിരുന്നു. ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോ നല്ല വീക്ക് വിൽക്കാലോ. വേണ്ട വേണ്ട, തിരിച്ചു കൊടുക്കണ്ട, ഇവിടെ തന്നെ വെച്ചാൽ മതി. തിരിച്ചു കൊണ്ടുപോയി ആ പാർവതി ബഹളം വയ്ക്കും. ഇതിനിപ്പോ എന്താ ചെയ്യേ? ഇതിത്രയല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്റെ അമ്മേ. അപ്പൊ ആ പാവൻ ചന്ദ്രന്റെ ഫൈനൽ ബില്ലിന്റെ കാര്യം സ്വാമി ആറ്റല്ലോ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ പത്രോസേ? ബില്ല് എന്റെ ടേബിളിൽ ഒന്ന് വന്നോട്ടെ. മതി, ധാരാളം മതി. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെയല്ല, ഇവിടെ ചോദിച്ചത്. എല്ലാം ഓക്കെ. ഇന്ന് വൈകുന്നേരം ചന്ദ്രൻ കോൺട്രാക്ടറുടെ ഫൈനൽ ബിൽ സ്വാമിയുടെ മേശപ്പുറത്തെത്തും. കൂട്ടുകത്തെ തീറ്റയെന്നുണ്ട് പണ്ടാടങ്ങൾ. മീന്റെ വല്ലാത്ത നാറ്റം. മീൻ കൂട്ടിയ പിന്നെ സാമ്പാറിന്റെ മണം ഉണ്ടാവുക. പക്ഷേ പത്രോസേ, ഫയൽ എന്റെ മേശപ്പുറത്ത് വന്നാലുടനെ ഞാൻ പാസ്സാക്കി വിട്ടോളാം. പിന്നെ തന്റെ അയൽക്കാരൻ സൂപ്രണ്ട് ശങ്കരവാര്യരുണ്ടല്ലോ, അയാളുടെ കാര്യം താൻ തന്നെ നോക്കണം. അയ്യോ, അതും സ്വാമി തന്നെയാണ്. അത് മാത്രം എന്നോട് പറയണ്ട, അയാളോട് താൻ തന്നെ പറഞ്ഞോണം. എന്റെ പെൻഡിങ്ങിൽ കിടക്കുന്ന 3-4 ബില്ലിന്റെ കാര്യം പോലും ഞാൻ വാര്യരോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ ഒരു പിടിയും കിട്ടാത്ത ആളയാള്. എങ്ങനെ അയാൾ അപ്രോച്ച് ചെയ്യാ? എനിക്ക് നോക്ക് പത്രോസേ, താൻ വിരിച്ച വലയിൽ വീഴാത്തവരുണ്ടോ? വീഴുമെന്ന് എനിക്കറിയാം. എന്റെ കർത്താവേ, ചെകുത്താനെയാ വിളിക്കുന്നത്. എന്റെ പള്ളിക്കുരിശ് സംസാരിക്കുന്നോ? എന്താ പത്രോസേ ഇത് പതർച്ച? ഏയ്, ഒന്നുമില്ല. പോവാ.
ശരി. നമസ്കാരം. ആഹാ, പത്രോസോ? വായിരിക്കെ. ഊണ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് നിർബന്ധമാണ്. എന്നാ താനും കഴിക്കുക. അയ്യോ, എനിക്ക് വേണ്ട. എനിക്ക് ഊണ് കഴിഞ്ഞാൽ 5-6 ഗുളികയാ പതിവ്. അതിന് തനിക്ക് എന്താ അസുഖം? എല്ലാം ഉണ്ട് സാറേ. ഡയബറ്റിക്സ്, പ്രഷർ, ഉറക്കമില്ലായ്മ, ഒന്നും പറയണ്ട. ഒക്കെ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാ. ഇരിക്കെ. പത്രോസേ, കണ്ടമാനം പണം കൂടുതലായാലും ബുദ്ധിമുട്ടാ. സാറ് പറഞ്ഞത് ശരിയാ. ചിലപ്പോ തോന്നും എല്ലാം വലിച്ചു തന്നിട്ട് വല്ല സന്യാസിനും പോയാലോ ഒന്ന്. ബന്ധനസ്ഥനായ മനുഷ്യനായി പോയില്ലേ. മനുഷ്യാഹ ബന്ധനസ്ഥിത എന്നല്ലേ. പത്രോസിന് സംസ്കൃതം അറിയാമല്ലേ? കുറേശ്ശെ. ആ, ഇത് പോട്ടെ. ഇന്നെന്താ പതിവില്ലാതെ പത്രോസ് എന്നെ കാണാൻ വന്നത്? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ ഒരു 8 കുഞ്ഞ് പാവം പോയത്. സർക്കാർ ഓഫീസല്ലേ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. 3-4 സെന്റ് ഭൂമിയില് സുന്ദരമായൊരു വീട്. അതിന്റെ പാലുകാച്ചി നടക്കുന്നു. ഞാനും മേരിക്കുട്ടിയും മക്കളും ഒക്കെ ഉണ്ട് പുതിയ വീട്ടില്. വീടിന്റെ ഉടമസ്ഥൻ വാര്യർ സാറും ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് വിരുന്നുകാരെയൊക്കെ ക്ഷണിച്ചിരുത്തുന്നു. കാപ്പിയും പലഹാരം കൊടുക്കുന്നു. ആകെ ഒരു സുഖകരമായ അന്തരീക്ഷം. എന്നിട്ട് നല്ല അയൽക്കാരന്റെ സ്വപ്നം സത്യമാകുമെന്ന ഞങ്ങളുടെ പ്രമാണം. ഇന്ന് ഞാനൊരു വീട് നേരിട്ട് കണ്ടു. സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ നല്ല സുന്ദരമായ ഒരു വീട്. തമ്പുരാൻ കർത്താവാണ് സത്യം. പച്ചക്കള്ളം. ഇത് വലിയ ശല്യായില്ല. മര്യാദയ്ക്ക് ഒരു കള്ളം പറയാൻ പോലും സമ്മതിക്കില്ല അല്ലേ? പത്രോസ് ആരോടാ സംസാരിക്കുന്നത്? ഒന്നുമില്ല. ആ, എന്നിട്ട് വീട് കണ്ടിട്ട് പറയാം. അതുപോലൊരു വീട് സാറിന് ഉണ്ടായാലോ എന്ന് ഞാൻ ആശിച്ചു പോയി. സാർ എന്തിനാ ഓഫീസിൽ നിന്നും ഇത്രയും ദൂരം ഗ്രാമത്തിൽ പോയി താമസിക്കുന്നത്? അതും വാടക വീട്ടിൽ. നാട്ടിൻപുറത്താവുമ്പോൾ വാടകയും വീട്ടു ചെലവും വളരെ കുറയും. പിന്നെ സമയത്തിന് ഓഫീസിലെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് സാരമില്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന് സാറിന് ആഗ്രഹമില്ലേ? സ്വന്തമായിട്ട് വീട് വേണമെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി അടിക്കണം പത്രോസേ. എന്നാ ലോട്ടറി അടിച്ചു എന്ന് തന്നെ വെച്ചോ. ഞാൻ എത്ര പേരെ കൈ അടച്ച് സഹായിക്കുന്നു. സാറിന് മാത്രം എന്തുകൊണ്ട് സഹായിച്ചുകൂടാന്ന് എന്റെ ഭാര്യ മേരിക്കുട്ടി ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചതാ. സത്യമായി സാറിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വർഷം കൂടി കഴിഞ്ഞാൽ സാറിന്റെ മകൻ ഡോക്ടറാവും. അപ്പൊ വലിയൊരു ചെലവ് കുറയുമല്ലോ. സാറ് കുറേശ്ശെ തിരിച്ചു തന്നാൽ മതി. ഇവിടെ ടൗണിൽ തന്നെ ഒരു ചെറിയ വീട് ഞാൻ വിലയ്ക്ക് ഏർപ്പാടാക്കി തരാം. സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ പഞ്ചായത്തിൽ ഒരേ റോഡിൽ താമസിക്കുന്ന നല്ല അയൽക്കാരല്ലേ? പിന്നെ അതിലെന്താ ഇത്ര സംശയം? പത്രോസിന്റെ തെക്ക് വശത്തെ അയൽക്കാരനല്ലേ ഞാൻ? വടക്ക് വശത്തെ ഒരു അയൽക്കാരനുണ്ടല്ലോ, പാവൻ ജോസഫ്. അയാളും വാടക വീട്ടിലാണ് താമസം. ആദ്യം പത്രോസ് അയാളെ സഹായിച്ചു. ഏതായാലും പത്രോസിന്റെ നല്ല മനസ്സിന് നന്ദി. ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളൊക്കെ മതി. വീടിന് യോഗമുണ്ടെങ്കിൽ നേരായ വഴിക്ക് അത് ഈശ്വരൻ തന്നോളും. സാറിന് തെറ്റിദ്ധരി എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. പത്രോസ് ഭയപ്പെടണ്ട. അന്യായമായി ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല. ന്യായമല്ലാത്തതിന് ഞാൻ വഴങ്ങുകയുമില്ല. പത്രോസ് പൊയ്ക്കോ. നല്ല അയൽവാസി ഒരു ദരിദ്രവാസി തന്നെയാ. എന്താ രാജു? ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനമാണ്. കേരളദേശം പാർട്ടി ഇസെറ്റിന്റെ. ഇതെന്താ രാജു ഇസെറ്റ്? അതെ, പാർട്ടി വിഘടിച്ച് എ മുതൽ വൈ വരെയായി. ബാക്കി ഇനി ഇസെറ്റല്ലേ ഉള്ളൂ. അത് കൊള്ളാം. അപ്പൊ പാർട്ടി പിരിഞ്ഞ് 26 കസ്റ്റമറിയായി അല്ലേ? എത്ര പേരുണ്ട് പുതിയ പാർട്ടി? തൽക്കാലം ഒരു 500 പേര് വരും. അപ്പൊ ഇനിയും പിരിയാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അതില്ല ഹംസക്ക, ഇനി പിരിയില്ല. കാരണം ഞങ്ങളൊരു ഫോർമുല ഉണ്ടാക്കി. 500-ൽ 400 പേരും ഭാരവാഹികളാണ്. 125 ജനറൽ സെക്രട്ടറിമാരെ, 125 വൈസ് പ്രസിഡന്റുമാരെ, 125 ട്രഷറർമാരെ. ബാക്കിയുള്ളവരൊക്കെ ഓരോരോ പോഷക സംഘടനയുടെ നേതാക്കന്മാരാ. സമ്മേളനത്തിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രബന്ധം 1, നിക്കരാഗിയയിൽ അമേരിക്കൻ ഇടപെടൽ അവസാനിപ്പിക്കുക. നിങ്ങൾക്കെന്താ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ലേ പ്രബന്ധത്തിന്? താഴെയുണ്ട്, വായിച്ചു നോക്കണം. പ്രബന്ധം 2, അടയ്ക്ക എണ്ണക്കുരുവായി പ്രഖ്യാപിക്കുക. അടയ്ക്ക എണ്ണക്കുരു? അതെ, തത്വത്തിൽ തെങ്ങും കവുങ്ങും ഒന്ന് തന്നെ. രണ്ടും പൊക്കമുള്ള വൃക്ഷങ്ങൾ, രണ്ടും കൊലച്ചാ കായ്ക്കുന്നത്. കൊതുമ്പും മടലും രണ്ടിനുമുണ്ട്. അപ്പൊ പിന്നെ വലിപ്പത്തിൽ അല്പം ചെറുതായതുകൊണ്ട് അടക്കേ തഴയണോ ഹംസാക്ക? വേണ്ട, തഴയണ്ട. അതാ ഞങ്ങളുടെ ചോദ്യം. പ്രബന്ധം 3, മണ്ഡൽ കമ്മീഷൻ പരിധിയിൽ ഒളിമ്പിക്സിനെയും ഏഷ്യാഡിനെയും ഉൾപ്പെടുത്തുക. എന്താടോ ഇത്? അത് വേണം ഹംസാക്ക. സംവരണമില്ലെങ്കിൽ ഇന്ത്യക്ക് ഒറ്റ മെഡൽ കിട്ടില്ല. അതായത് ചൈനക്കാരൻ 400 മീറ്റർ ഓടുന്ന സമയം കൊണ്ട് ഇന്ത്യക്കാരൻ 100 മീറ്റർ ഓടിയാൽ സ്വർണ്ണ മെഡൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ പ്രബന്ധം. 10 രൂപയോ? അത്രേ ഉള്ളൂ.
ഒരാത്തരം നിന്റെ അപ്പം പത്രോസില്ലേ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഒരു 50 തന്നെ അംസക്ക. ഇതെല്ലാം പല പാർട്ടിക്കാരുടെ രസീതുകളാണ്. ഓരോ കാരണം പറഞ്ഞ് ഓരോ പാർട്ടിക്കാർ വരും. കൊടുക്കാൻ ഒരു കയ്യേ ഉള്ളൂ, വാങ്ങാൻ 1000. അതുകൊണ്ട് വേണമെങ്കിൽ മതി. ശശി ഇപ്പോഴും ഡ്യൂട്ടിയിലാണല്ലേ? ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കീഴിലുള്ള വർക്കേഴ്സ് യൂണിയന്റെ നേതാവാ. പിന്നെ എന്റെ ഡ്യൂട്ടി ഇതാ ലൂട്ടി.